മുല്ലപ്പെരിയാർ വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് തമിഴ്നാട്. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് തമിഴ്നാട്. സുരക്ഷ മുൻനിർത്തി പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്ന ആവശ്യത്തിൽ കേരളം ഉറച്ചു നിന്നപ്പോൾ ജലനിരപ്പ് ഉയർത്തണമെന്ന വാദമാണ് തമിഴ്നാട് മുന്നോട്ട് വെച്ചത്. കേരളത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുതിയ അണക്കെട്ട് അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കി. നിർമ്മാണത്തിന്റെ പൂർണ്ണ ചിലവ് കേരളം വഹിക്കാമെന്നും അണക്കെട്ടിന്റെ സ്ഥാനം തമിഴ്നാടിന് തീരുമാനിക്കാമെന്നുമുള്ള നിലപാടാണ് കേരളം യോഗത്തിൽ അറിയിച്ചത്. എന്നാൽ നിലവിലെ അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയായി ഉയർത്തണമെന്ന ആവശ്യത്തിൽ മാറ്റമില്ലെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് സി വിജയ് പറഞ്ഞു. കേസന്വേഷണത്തിന്റെ മറവിൽ പ്രതികളെ ക്രൂരമായി കസ്റ്റഡിയിൽ മർദ്ദിച്ചെന്ന പരാതിയിൽ വനം വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ വിചാരണ നേരിടണമെന്ന് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. പറമ്പിക്കുളം ഫീൽഡ് ഡയറക്ടർ ടി ഉമ, ഈസ്റ്റേൺ സർക്കിൾ മേധാവി ആർ കമലഹാർ, നോർത്ത് സെൻട്രൽ സർക്കിൾ CCF വിജയാനന്ദ് എന്നീ മുതിർന്ന 3 IFS ഉദ്യോഗസ്ഥരെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് കോടതിയുടെ നിർണായകമായ ഉത്തരവ്. തെലങ്കാനയിലെ നൽഗൊണ്ടയിലെ പ്രധാനാധ്യാപികയുടെ കൊലപാതകത്തിൽ പ്രതികൾ പിടിയിൽ. 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് നാടിനെയാകെ ഞെട്ടിച്ച കൊലപാതകം ചെയ്തത്. കൊണ്ടമല്ലേപ്പള്ളിയിലെ നാഗാർജുന പബ്ലിക് സ്കൂളിന്റെ പ്രിൻസിപ്പലും ഡയറക്ടറുമായ കല്ലുരൂപ റെഡ്ഡിയാണ് ക്രൂരമായി കൊല്ലപ്പെട്ടത്. ഇതേ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പ്രതികളും. പണത്തിനും ആഡംബര ജീവിതത്തിനും വേണ്ടിയാണ് പ്രതികൾ കുറ്റം ചെയ്തതെന്നാണ് വിവരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയെന്ന കേസിൽ മേക്കപ്പ് ആർട്ടിസ്റ്റും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ജാൻമണി ദാസിനെ കോഴിക്കോട് സിറ്റി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്റ്റേഷനിൽ ഹാജരാകാൻ പോലീസ് നോട്ടീസ് നൽകിയതിനെ തുടർന്നെത്തിയ ജാൻമണിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളായതിനാൽ പിന്നീട് വിട്ടയക്കുകയും ചെയ്തു. രാജ്യതലസ്ഥാന നഗരിയെ നടുക്കിയ സിഖ് വിരുദ്ധ വംശഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിച്ചു വരുന്നിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ പാർലമെന്റ് അംഗവുമായ സജ്ജൻ കുമാർ അന്തരിച്ചു. ഡൽഹിയിലെ തീഹാർ ജയിലിൽ തടവിലായിരുന്ന അദ്ദേഹത്തിന്റെ ശാരീരിക സ്ഥിതി മോശമായതിനെ തുടർന്ന് സഫ്ദർജംഗ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഏറെ കോലാഹലങ്ങൾ സൃഷ്ടിച്ച വയനാട് മുട്ടിൽ മരമുറി വഞ്ചന കേസിൽ പ്രതികളായ അഗസ്റ്റിൻ സഹോദരങ്ങൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് വൻ തിരിച്ചടി. കീഴ്ക്കോടതിയിലെ വിചാരണ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രതികൾ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളുകയായിരുന്നു. വനം വകുപ്പിന്റെ വ്യാജരേഖകൾ നിർമ്മിച്ച് അമ്പലമേടുകളിലെ സ്വകാര്യ ടിംബർ വ്യാപാരിക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ഈട്ടിത്തടികൾ വിറ്റഴിച്ച് തട്ടിപ്പ് നടത്തിയെന്ന കേസിലാണ് നിർണായക വിധി. രാജ്യത്തെ സ്കൂൾ പാഠപുസ്തകങ്ങളുടെ ഉള്ളടക്കത്തിൽ സംഘപരിവാർ ആശയങ്ങൾ തിരികെ കയറ്റാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിന്റെ തുടർച്ചയാണ് പുതിയ NCERT പാഠപുസ്തക സമിതിയുടെ പുനഃസംഘടനയെന്ന AISF സംസ്ഥാന എക്സിക്യൂട്ടീവ് ആരോപിച്ചു. 11-12 ക്ലാസുകളിലെ രാഷ്ട്രീയ ശാസ്ത്ര പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിനായി പുനഃസംഘടിപ്പിച്ച 20 അംഗ സമിതിയിൽ RSS ബന്ധമുള്ള 4 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. നേരത്തെയും NCERTയുടെ പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വിവിധ സമിതികളിൽ മുൻ ABVP ദേശീയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള സംഘപരിവാർ ബന്ധമുള്ള വ്യക്തികൾ അംഗങ്ങളായിരുന്നുവെന്നും AISF നേതാക്കൾ പറഞ്ഞു. കരുവാറ്റയിൽ നടന്ന വയോധികന്റെ വധശിക്ഷയിലും ഭവനവേദന കേസിലും നിർണായക വഴിത്തിരിവ്. വീട്ടിലെ മോഷണത്തിനും സ്വന്തം മുത്തശ്ശനെ വധിക്കുന്നതിനും സൂത്രധാരത്വം ഒരുക്കിയ തട്ടകത്തിലെ 13 വയസ്സുകാരിയായ പെൺകുട്ടിയെ ശിശുക്ഷേമ സമിതിയുടെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കേസിൽ ഉൾപ്പെട്ട മറ്റു 3 പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ കൂടി കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുന്നതിനായി അന്വേഷണ സംഘം ശനിയാഴ്ച ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ അപേക്ഷ സമർപ്പിക്കും. തിരുവനന്തപുരം ജില്ലയിൽ വീണ്ടും ഷിഗല്ല ബാക്ടീരിയ അണുബാധ സ്ഥിരീകരിച്ചു. കോട്ടുകാൽ പഞ്ചായത്തിലെ നന്നംകുഴി സ്വദേശിയായ 3 വയസ്സുള്ള പെൺകുട്ടിക്കാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കടുത്ത പനിയും വയറിളക്കവും ഛർദിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുട്ടി ചികിത്സയിലാണ്. അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ നാഗർകോവിലുള്ള തീർത്ഥാടന കേന്ദ്രം സന്ദർശിച്ച് മടങ്ങുന്നതിനിടെ വഴിയോരക്കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിച്ച തണുത്ത പാനീയത്തിലൂടെയാകാം ബാക്ടീരിയ ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം.
കെനിയയിലെ പ്രകൃതി രമണീയമായ സാംബുരു മേഖലയിലുണ്ടായ ഭീകരമായ വ്യോമാപകടത്തിൽ വിദേശികളടക്കം 7 പേർ കൊല്ലപ്പെട്ടു. ഒലോലോക്വെ പർവ്വതനിരകൾക്ക് സമീപമായിരുന്നു സംഭവം. വിനോദസഞ്ചാരികളുമായി പോയ ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത്. കൊല്ലപ്പെട്ടവരിൽ ഇക്വഡോറിലെ നാഷണൽ ഇന്റലിജൻസ് സർവീസ് തലവനും അദ്ദേഹത്തിന്റെ ഭാര്യയും 5 US പൗരന്മാരും ഉൾപ്പെടുന്നു. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ്, വാട്സ്ആപ്പ് ചാനലുകൾ സന്ദർശിക്കുക.